528 528. Judges, please note code number 528 on the stage. ബഹുമാന്യ സദസ്സിന് ആദരവോടെ അഭിവാദനങ്ങൾ. സമൂഹമാകുന്ന ഗംഗ മനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയുള്ള ജലം ഇന്നോ, ഇന്നുള്ളത് നാളെയോ, നാളെയുള്ളത് മറ്റന്നാളോ ഇല്ല. അതിദ്രുതഗതിയിലുള്ള മാറ്റം അത് ലോകത്തെ തലകീഴായി മറിക്കുകയാണ്. ഒരു മാവേലി നാടോ രാമരാജ്യമോ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നമ്മൾ എങ്ങോട്ടാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു? അക്രമം 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 രുധിരം ചിതറുന്നു കബന്ധമൊഴുകുന്നു ഭീകര ദാരുണ താണ്ഡവങ്ങൾ. അക്രമം 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 കുരുക്ഷേത്രമീവിടെ തുടരുമ്പോൾ നീതിശാസനങ്ങൾ ഉണയുമ്പോൾ നീതിക്കായി കേൾക്കേണ്ടൻ രോദനം അട്ടഹാസങ്ങളിൽ അമരുന്നു അട്ടഹാസങ്ങളിൽ അമരുന്നു. പ്രിയമുള്ളവരെ, സത്യസന്ധമായി നിങ്ങളുടെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് നോട്ടമെറിഞ്ഞ് ആ തുടിക്കുന്ന ഹൃദയങ്ങളുടെ തീക്ഷ്ണതയിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ ഒരു ചോദ്യം എറിയുകയാണ്. ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരിക്കലെങ്കിലും നീതി നിഷേധിക്കപ്പെട്ട് കണ്ണീരണിഞ്ഞവരല്ലേ നിങ്ങൾ? അവകാശങ്ങൾ കൺമുമ്പിൽ തട്ടിത്തെറിപ്പിക്കപ്പെടുന്നത് കണ്ട് അടക്കി കരഞ്ഞവരല്ലേ നിങ്ങൾ? സ്വന്തം കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, പൊതുവിടങ്ങളിൽ, നീതിപീഠങ്ങളിൽ എന്തിന് രക്തബന്ധങ്ങൾക്ക് പോലും വില പറഞ്ഞ് വിലക്കേർപ്പെടുത്തിയ നീതി നിഷേധത്തിന്റെ ചുട്ടുപൊള്ളുന്ന കഥയിലെ നിങ്ങൾക്ക് ഉണ്ട് ഉണ്ട് ഉണ്ട്. 1000 കഥകൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. അത്തരം ഒരു കഥ തന്നെയാണ് ഞാൻ നിങ്ങൾക്കായി ഇവിടെ പറയുന്നത്. എന്റെ കഥയുടെ പേര് നാരീ ശപഥം. ശപഥം കുറിച്ചവരേറെയുണ്ടല്ലോ, പാഞ്ചാലി ശപഥമിന്നു നാട്ടിൽ. കിളിയക്കുഴി ചെയ്യും ഭാരതയുദ്ധ പെണ്ണിൻ ശപഥങ്ങളായിരുന്നു, പെണ്ണിൻ ശപഥങ്ങളായിരുന്നു. പൂവൻ വ്യാസനും ആദി മഹാകവി വാൽമീകിയും പെണ്ണിൻ ശപഥം കുറിച്ചിരുന്നു, പെണ്ണിൻ ശപഥം കുറിച്ചിരുന്നു. തലസ്ഥാന നഗരിയിലെ ജില്ലാ ഭരണസിരാകേന്ദ്രം. തലേന്ന് പെയ്ത മഴയുടെ അനിർവചനീയമായ ആലസ്യത്തിൽ സുഖസുഷുപ്തിയിൽ ആണ്ടുപോയ വൃക്ഷത്തലപ്പുകൾ ഇനിയും ആലസ്യം വിട്ട് ഉണർന്നിട്ടില്ല. ആ പരിസരം ഒന്നാകെ കുടച്ചോട് നിൽക്കുന്ന വൃക്ഷത്തലപ്പുകളിൽ നിന്നോ ഇപ്പോഴും മഞ്ഞ പെയ്യും പോലെ ഇറ്റു വീഴുകയാണ് മഴത്തുള്ളികൾ. അർക്കന്റെ ആദ്യ കിരണങ്ങളേറ്റ് കോരി തിരിച്ച് ആയിരക്കണക്കായ തുള്ളികൾ സ്ഫടിക ശോഭയിൽ അതാ താഴേക്ക് പതിക്കുന്നു. ആഹാ, ഇത്ര മനോഹരമായ കാഴ്ച! വെള്ളി മേഘങ്ങൾക്കപ്പുറം, അനന്ത വിഹായുസിനുമപ്പുറം ഇന്ദ്രലോകത്തു നിന്നും ആർക്കോ ദേവതകൾ വർഷിച്ച പുഷ്പവൃഷ്ടി പോലെ അത് ആ പരിസരം ആകെ കോരി തെറിപ്പിക്കുകയാണ്. അതെ, അതൊരു അനുഗ്രഹ വർഷം തന്നെയാണ്. പ്രകൃതി ഒരുക്കിയ അഭൗമ സുന്ദരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരിയിലെ ആ ഭരണസിരാകേന്ദ്രത്തിൽ പ്രവർത്തന സമയമാകുന്നേ ഉള്ളൂ. എന്നാൽ അതിന് വിപരീതമായി പരിസരം ആകെ ഒരു മാറ്റം. ജീവനക്കാരും ഉദ്യോഗസ്ഥരും എന്തിന് പരാതിക്കാർ വരെ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതുമാത്രമോ, മാധ്യമപ്രവർത്തകരുടെ ഒരു പാട്ട് തന്നെ ഇവിടെ സന്നിഹിതരാണ്. അതിൽ ദൃശ്യമാധ്യമ പ്രവർത്തകരും ഓൺലൈൻ വാർത്താ സംഘവും എല്ലാം ഉണ്ട്. എല്ലാവരും ആരും കാത്തിരിക്കുകയാണ്. വലിയ വലിയ കൂട്ടങ്ങൾ പലയിടത്തായി ഉണ്ടെങ്കിലും എല്ലാവരും വളരെ അച്ചടക്കത്തിലാണ്. അത് എത്താൻ പോകുന്ന വ്യക്തിയുടെ പ്രാധാന്യം വ്യക്തമാക്കും. ഭയമല്ല, ആദരവല്ല, പിന്നെയോ കൂടുതലും സ്നേഹമായി പൊതിഞ്ഞ ആവേശം. അതാണ് എല്ലാവരും ഒരു വികാരം. അതാ ഒരു പോലീസ് വാഹനത്തിന്റെ സൈറൺ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? പെട്ടെന്ന് നമ്മുടെ ആകെ ജാഗരൂകമായി. പോലീസ് ഉദ്യോഗസ്ഥർ പൊസിഷനിലായി, ജീവനക്കാരും സ്വീകരിക്കാൻ തയ്യാറായി. കസേരകളിൽ നിന്നെല്ലാം മെല്ലെ എഴുന്നേറ്റു. ഗേറ്റ് വന്ന് അപ്ഡേറ്റഡ് പോലീസ് കളക്ടറേറ്റിന്റെ മുഖത്തേക്ക് വന്നു. തൊട്ടു പിന്നാലെ ജില്ലാ കളക്ടറുടെ വാഹനവും മറ്റ് അകമ്പടി വാഹനങ്ങളും
നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എങ്കിൽ മറുപടി ആ കാഴ്ച തന്നെ പറയും. വളരെ വേഗത്തിൽ അവൾ കരികിലേക്ക് എടുത്ത മാധ്യമപ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പുഷ്പഹാരങ്ങളും പൂച്ചെണ്ടുകളുമായി എത്തിയ സബ് കളക്ടറും തഹസീൽദാരും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് ആ വീരാംഗനയെ സ്വീകരിച്ചു. അവർക്കെല്ലാം പുഞ്ചിരിയാൽ പ്രതിനിധാനം ചെയ്ത് അവൾ ആ കെട്ടിട സമുച്ചയത്തിലേക്ക് നടക്കവേ പത്രക്കാരുടെ നിരവധി ചോദ്യങ്ങൾ പിന്നിൽ മുഴങ്ങുന്നുണ്ട്. മാഡം, ഒരു ചോദ്യം. മാഡം, ഞങ്ങൾ സംസാരിക്കണം. മാഡം, പ്ലീസ്. പോലീസ് ബന്ധവത്തിൽ മാധ്യമപ്രവർത്തകർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ദേവിയെ തിരിഞ്ഞു നിന്നു. അവരെ കടത്തിവിടുവാൻ ആംഗ്യത്താൽ നിർദ്ദേശം നൽകി. കാട്ടന്മേൽ കൂടിളകും പോലെ ഒരു ഇരമ്പലോടെ അവർ അവൾക്ക് ചുറ്റുമെത്തി. ചോദ്യങ്ങൾ കൂട്ടിയിച്ച് ചിതറിയ ആ കടന്നുകൾക്ക് നേരെ അവൾ കൈകളുയർത്തി. അവർ നിശബ്ദരെ. നിങ്ങളുടെ അർപ്പണബോധത്തെയും ആത്മാർത്ഥതയും ഞാൻ ബഹുമാനിക്കുന്നു. കാരണം സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാനും നിങ്ങളൊരാളായിരുന്നല്ലോ. പക്ഷേ ഒരു കാര്യം, മറ്റുള്ളവർക്ക് സുതാര്യതയിൽ കടന്നു കയറിക്കൊണ്ടാവരുത് ഒരിക്കലും മാധ്യമ പ്രവർത്തനം. നിങ്ങളുടെ അർഹമായ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടേ ഞാൻ അകത്തേക്ക് പോകും. ഇനി ചോദിക്കും, സമയം നഷ്ടപ്പെടുത്താനില്ല. മാഡം, എന്താണ് ഇവിടെ ചുമതലയേൽക്കുമ്പോൾ ദൗത്യം? ദേവിയുടെ ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്ന് തന്നെ മറുപടി വന്നു. പാവപ്പെട്ടവനും സാധാരണക്കാരനും നീതി. മറ്റൊരു റിപ്പോർട്ടർ, ഇവരൊഴിച്ച് മറ്റാർക്കൊന്നും വേണ്ടെന്നാണോ? ദേവ അല്പം ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. അവകാശം അതാരുടേതായാലും സംരക്ഷിക്കപ്പെടണം. പെട്ടെന്ന് ഒരു തീക്ഷ്ണമായ ചോദ്യം കടന്നു. തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കുവാനും കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനും സുപ്രീം കോടതിയിൽ നിന്ന് പോരാട്ടം നടത്തി വിധി സമ്പാദിച്ച മേഡം ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയാണോ? നിശബ്ദത. പെട്ടെന്ന് പുഞ്ചിരിയോടെ